അപ്പോൾ ഗായ്സ് ഞങ്ങൾ കൂലി കണ്ടു. ഞാൻ റിവ്യൂ ആയിട്ട് പറയുന്നില്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരുടെ ഒരു അഭിപ്രായം എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ സിനിമ കയ്യിൽ നിന്ന് പോയി. ലോകേഷിൻ്റെ കരിയറിലെ ഇതുവരെ ഇറക്കിയിട്ടുള്ളതിൽ ഒരു ഫ്ലോപ്പ് സിനിമയായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. കാരണം ഒരു സ്റ്റോറി ലൈൻ എന്നുള്ള സാധനം അങ്ങനെ ഇല്ലായിരുന്നു. ഒരു സ്റ്റോറി ആയിട്ട് പറയില്ലായിരുന്നു. എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ചെയ്തൊരു സിനിമ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ എടുത്തു പറയാൻ പറ്റുന്ന ക്യാരക്ടറായിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രജനീകാന്തിന് തുമ്പീനെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുപോലെ ഒരു പുള്ളിക്കാരൻ ചെയ്യാൻ വയ്യാത്ത പോലത്തെ ഒരു അഭിനയമൊക്കെ ആയിരുന്നു. പിന്നെ നാഗാർജുനൻ, പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ നല്ലതായിട്ട് ചെയ്തു. നാഗാർജുനൻ ഒരു നല്ലൊരു സ്വാഗം, പുള്ളിയുടെ ആ ഒരു സ്വാഗ് ലെവലെല്ലാം അതെല്ലാം പൊളിയായിരുന്നു. അതുപോലെ പിന്നെ സൗബിനും ഒരു രക്ഷയില്ലാണ്ട് ചെയ്തു. വേറെ എടുത്ത് പറയത്തക്ക രീതിയിൽ ഒന്നും ഇല്ലെന്ന് തന്നെ പറയണം. വളരെ നിരാശയായിപ്പോയി. നമ്മൾ ലോകേഷിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പോയ സാധനങ്ങൾ ഇതല്ലായിരുന്നു. എന്തെങ്കിലും ഇപ്പം ഇത്ര ഒരു റിവ്യൂ വന്ന സമയത്ത് നമ്മളൊന്നും പ്രത്യേകിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. നോർമലൊരു പടം കാണുന്ന ഒരു രീതിയിൽ നമ്മൾ കാണാൻ പോയി. പക്ഷേ അത് ഇപ്പം എൻ്റെ വ്യൂ ഓഫ് പോയിന്റിൽ സാധാരണ ഞാനും ഒരു സിനിമേനെയും കുറ്റം പറയാത്ത രീതിയിലാണ്. കുറ്റമായിട്ട് പറയുന്നതല്ല, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്. അത് ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്, എന്തോ ഒരു ബിസിനസ്സിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഫീൽ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ആ ഒരു സിനിമയുടെ ഒരു എഫക്റ്റീവ്നെസ് കൊണ്ടുവന്നിട്ടില്ല പുള്ളി. ഒരു സ്റ്റോറിയിൽ ഒരു ബേസ് സ്റ്റോറി പോലും എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല. ചുമ്മാ ഒരു മസാല പോലെ എന്തൊക്കെയോ ഇങ്ങനെ കാട്ടിക്കൂട്ടി ചെയ്തത് പോലെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അതുപോലെ നമ്മുടെ അമീർ ഖാൻ എന്തിനു വന്നു, പുള്ളിന് ഒരുമാതിരി പൊട്ടരാക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടറായി പോയി. ചുമ്മാ വന്നിട്ട് ഒരു ബീഡി വാങ്ങിച്ച് വലിച്ചിട്ട് ഹെലികോപ്റ്ററിലൊക്കെ വന്നിറങ്ങി ഒരു ബീഡി വാങ്ങി വലിച്ച് പോയൊരവസ്ഥയായിപ്പോയി. പുള്ളീനൊരുമാതിരി പൊട്ടൻ ക്യാരക്ടർ പോലെ പുള്ളി ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് അടുത്ത പടത്തിൽ നമുക്ക് പിടിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എന്താ അറിയില്ല, നോക്കാം. അപ്പോൾ ഓക്കെ, അടുത്തതിൽ പിടിക്കാം.